ഇന്ന് കഥ തുറന്നപ്പോഴേ കാണുന്നത് ഈ മഞ്ഞ കാണിച്ചു തരാം. നല്ല രസമുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ ഞാൻ അവിടെ കിടത്തിയിട്ട് വന്നതാണ്. ആദ്യമായിട്ടാട്ടോ ഇത്രയും മഞ്ഞ് കാണുന്നത്. അത് ഈ ഉണക്ക സമയത്ത് നോക്കിയേ മഞ്ഞ് നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ. ആ മഞ്ഞ് കൂടി നിൽക്കുന്നിടമാണ് ആറ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ആളും ബഹളവും അനക്കവും ഒന്നുമില്ല. ഒരു ശാന്തമായിട്ടുള്ള, എനിക്ക് ഇങ്ങനെയുള്ളടമാണ് ഇഷ്ടം. അല്ലാതെ വണ്ടിയും എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, കിളിയുടെ സൗണ്ട്, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സെയിം ഫീലാണ്. നാളെ നമ്മുടെ വാവയ്ക്ക് ചോറ് കൊടുക്കാൻ പോവാം. ആദ്യം എനിക്ക് നമ്മുടെ കലഞ്ഞു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അവൾ ആയപ്പോൾ തൊട്ടേ അവിടെ അല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇനി വാവയ്ക്കുന്ന അതിൻ്റെ ഉള്ള ആ ഉടുക്കുന്ന അതും ഞാൻ എന്താ ഇടുമോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എനിക്കൊരു സാരി പോലും ഇല്ല, ഒക്കെ വീട്ടിലാണ്. ഒന്നെങ്കിൽ ഇന്നൊരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ചൊരു സെറ്റുമുണ്ട്. രാവിലെ കഴിക്കാനുള്ളതാക്കട്ടെ, കുഞ്ഞിനെ നോക്കട്ടെ. കിടപ്പുണ്ടനങ്ങാതെ കഴിക്കാൻ ഇടിയപ്പം മുട്ടക്കറി ആണ്. പക്ഷെ മുട്ടക്കറിയുടെ കാര്യം പറയുമ്പോൾ ചേട്ടായിയുടെ മുഖത്ത് ഞാൻ വലിയ സന്തോഷമൊന്നും കണ്ടില്ല. ഇനി വേണോ വേണ്ടയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇടിയപ്പം സക്സസ് ആയി, സക്സസ്. പക്ഷെ വലിയ വൃത്തിയൊന്നുമില്ല, പീച്ച് ചെയ്തു. 2-3 വട്ടം ആകുമ്പോഴത്തേക്ക് ശരിയാവും. എനിക്ക് ആദ്യം ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇടിയപ്പം ചൂട് വെള്ളത്തിലാണ് കുഴക്കേണ്ടത്. എന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിൽ. ഞാൻ അന്ന് കുഴച്ച എങ്ങനെയാണെന്ന് അറിയാമോ? മറ്റേ ഇളം ചൂട് വെള്ളമില്ലേ, നമ്മുടെ കൈ വെച്ച് ഇളക്കാൻ പറ്റും, അങ്ങനെയാ കുഴച്ച്. എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ കുഴച്ച് ആ ഇടിയപ്പം പീച്ചിയപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇടിയപ്പം ഇങ്ങനെ പീച്ചി വീഴുന്ന കാണാനായിട്ട്. അപ്പോൾ ഇടിയപ്പം മുട്ടക്കറിയാണേ. ചേട്ടായി കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി അവളുടെ പരിപാടികൾ തുടങ്ങും. അരി ഇതുവരെ അടുപ്പത്തിട്ടിട്ടില്ല. സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് പാചകമെല്ലാം തുടച്ച്, മീൻസ് അരി ഇടുന്ന അവിടെ അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് അല്ല രാവിലത്തെ കഴിക്കാൻ വെക്കുന്നത്. പക്ഷെ ഇന്ന് ഇടിയപ്പം ആയതുകൊണ്ട് ഇത് ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഇടിയപ്പം അന്ന് ഞാൻ ഇടിയപ്പം പീച്ചുവാ, ഇതിൽ നിന്ന് വെള്ളം മാത്രം ഇറങ്ങി വരുക. അയ്യോ, ഇതിപ്പം ചേട്ടായിക്ക് 2 ഇടിയപ്പം മതി. പക്ഷെ ഇത് ഭയങ്കര ചെറിയ ഇടിയപ്പം കേട്ടോ. അപ്പൊ ചിലപ്പോൾ അതിൽ കൂടുതൽ ഇടിയപ്പം കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ ഇടിയപ്പം നല്ലതായത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. അതെത്ര പറഞ്ഞാലും എനിക്കാണ് ഈ പാത്രം ഇങ്ങനെ വലിച്ചു കിടക്കുന്ന കാണുമ്പോഴേ മേല് പിടിക്കും. എനിക്ക് ഇഷ്ടമല്ല. എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. ഇപ്പം ഇത് കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം ഒതുക്കി വെക്കും. പിന്നെ ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയാലും ഇത് കൊത്തി എരിയുന്ന എന്താണെന്ന് വെച്ചാൽ വേഗം അങ്ങ് വഴണ്ട് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാ ഉള്ളിക്കറിക്ക്. കാരണം പെട്ടെന്നല്ലേ വെക്കുന്നത്. ലാസ്റ്റ് ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കും, ഇല്ലെങ്കിൽ പശുവിൻ പാൽ തന്നെ ഒഴിക്കും. മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടില്ല. അയ്യോ, ആ ഇഡലിത്തട്ടിൽ മുട്ട ഇട്ടാൽ പോരെ. ഞാൻ ഒരു പൊട്ടിയില്ല. എന്തിനാ വെറുതെ? എൻ്റെ ഗ്യാസ് എല്ലാം അഴുക്കായി. ഓക്കെ, ഞാൻ മുട്ട ഇട്ടിട്ട് വരാം. മുട്ട അടുപ്പിട്ടിട്ട് വരാം. അതങ്ങനെയല്ല, അവിടെ ഇരിക്കുമല്ലോ മടിയിൽ നല്ലപോലെ. ഒന്നും വിഷയമില്ലല്ലോ. ഞങ്ങൾ മിയബലിലേക്ക് നാളെ ഉടുക്കാനുള്ള
ഉണ്ടോ? അതെന്തോ വാങ്ങിക്കാൻ പോവാം. അതിൻ്റെ പേരെന്താ? നെറ്റിയിലൊരു കുരു. അവിടെ ഇവിടെയൊക്കെ കുരു വരുന്നു. മാറ്റാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയും. എന്തൊരു ചൂടായപ്പം പെരുത്ത ചൂടും ഒരു മഴക്കോളും വരുന്നുണ്ട്. നേരത്തെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊരു 100 ടർക്കിയൊക്കെ എടുത്തോണ്ടാന്നേ പോണേ. ഇപ്പോഴും അങ്ങനെയൊക്കെ പോകണം. പോകാനുള്ള മടി കൊണ്ട് അങ്ങനെയൊന്നും പോകത്തില്ല. ഇരിക്കുന്നുണ്ടോ സുന്ദരൻ? നോക്കുവോ കഥയൊക്കെ പൂട്ടുന്നത്? ഞങ്ങൾ ഓണമായപ്പോൾ അയ്യൊക്കെ വൃത്തിയായപ്പോൾ എന്തോ ഒരു ഭംഗി അല്ലയോ? ഇവിടുത്തെ കാടൊക്കെ പോയപ്പോൾ കടയിൽ പോയി സെറ്റ് സാരിയൊക്കെ എടുക്കുക. ഭയങ്കര വില. ഒരു ദിവസം ഉടുക്കാനും വേണ്ടി ഇത്രയും പൈസ കളയണം. പിന്നെ യൂസ് ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇവിടെ വീട്ടിൽ ഉടുക്കാത്തേക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഒരെണ്ണം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന്. അതുകൊണ്ട് അത് എടുക്കാൻ വന്നിട്ട് ഞങ്ങളിപ്പം പോകും തിരിച്ച്. എന്തിനാ വെറുതെ ഇത്രയും പൈസ കളയുന്നത്? ഈ വില കേട്ടപ്പോൾ ചേട്ടായിക്കാം അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് വാങ്ങിച്ചാൽ പോരായിരുന്നു. അമ്മേ അപ്പുറത്തൂടെ അങ്ങ് വാ. ഇനി കുടിസെല്ലാം തുറന്ന് വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അവേ പോട്ടെ. ചിരിക്കുക. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ നേരെ ഇവിടെ കിടക്കുക. നാളെ ഞങ്ങൾ തോട് കഴിക്കും. ഞാൻ ഈ മാലയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാല. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റേന്നാ കളഞ്ഞു പോകുമ്പോഴത്തേക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നടത്ത് കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ചോറ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറുക്കൊക്കെ കുടിക്കാൻ തുടങ്ങും. അയ്യോ, ഇനി കുറുക്ക് കൊടുക്കാൻ തുടങ്ങും. എനിക്ക് 23-ന് ഒരു വർക്കുണ്ട്, ഒരു ബ്രൈഡൽ. അപ്പോൾ 22-ന് നമ്മൾ പോകും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും അത് കഴിഞ്ഞൂടെ വന്നിട്ട് സമാധാനത്തിരുന്ന് കൊടുത്താൽ പോരെ. കാരണം 22-ന് പോകും, കുറച്ച് ദൂരെയാട്ടോ. അപ്പം വാവയും കൊണ്ട് ഇവിടുന്ന് രാവിലെ പോവാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഭയങ്കര രാവിലെ പോകണ്ടേ. അതുകൊണ്ട് ഭയങ്കര ഇതാ. ഫോൺ ഓണാക്കി അന്നേരേ നോക്കും. ടക്കുരു അമ്മയുടെ ടക്കുറു കുക്കുറു. ചേട്ടായി ഒരു വർക്കിന് പോയി. എനിക്കിനി മീൻകറി വാങ്ങിക്കണം. എനിക്കിനി മീൻകറി വെക്കണം. കേര വാങ്ങിച്ചിട്ടുണ്ട്, അത് വറക്കണം, കറിയും വെക്കണം. ചോറിന്ന് മറ്റേ റൈസ് കുക്കറിലാണ് വെച്ച്. എനിക്ക് രാവിലെ വെക്കാമായിരുന്നു, പക്ഷെ ഞാൻ രാവിലെ മടി പിടിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വിറക് ഒടിക്കണം. കാരണം അവിടെ താഴെ കുറച്ച് വിറകൊക്കെ ഇരിപ്പുണ്ട്. എനിക്കങ്ങ് കോട്ടുക വന്നു പോന്നേ. മനുഷ്യനല്ലേ, ഇടയ്ക്ക് കോട്ടുക വരും. അതിന് തന്നെ എന്തോരോ ആൾക്കാരോരോത് പറയുന്നത്. അപ്പോൾ താഴെ അയ്യത്ത് കുറച്ച് വിറക് കിടപ്പുണ്ട്. അത് പോയി ഒടിച്ച് പറക്കി വെച്ചാൽ ഇഷ്ടംപോലെ വിറകുണ്ട്. അപ്പം ഇവളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പോയി നിന്ന് ഒടിക്കുന്നേനെ. ഇനി ഇവളുടെ സ്നഗ്ഗിയിലിട്ട ജെല്ലിലെല്ലാം ഉപ്പിട്ടാലും കംപ്ലീറ്റ് ആയിട്ട് അത് അലിയുന്നില്ല. അതാ പ്രശ്നം.